പിന്നെ പി ആർ ഒക്കെ കാണുമായിരിക്കും, പി ആറും അങ്ങനത്തുള്ള എല്ലാവർക്കും പി ആർ കാണുമായിരിക്കും, ഇല്ലാതൊന്നും ഇരിക്കില്ല. പിന്നെ അതിൻ്റെ ബലത്തോടെ മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം ഷോ ആണ്. അപ്പോൾ ചിലപ്പോൾ അവരെങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ട്, ചിലപ്പോൾ ഒരു മൈൻഡ് ഗെയിം ആയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണം എന്നുള്ളൊരു ബേസിസിലായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ അത് എടുത്തിട്ടുണ്ടാവുക. കരയും, പക്ഷേ അങ്ങനെ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾക്ക് കരയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് ചിലപ്പോൾ ഹേർട്ട് ചെയ്യുമ്പോഴൊക്കെ കരയുന്ന ഒരാളാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ കരയാറൊന്നുമില്ല. ആര്യൻ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ഈ റീൽസൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിനകത്ത് ഈ റീൽസ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആര്യൻ എന്ന് പറയുന്ന ഒരാൾ കുറച്ചും കൂടെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വിളിച്ചോ ഏകദേശം എല്ലാം സെറ്റായിരുന്ന സമയത്താണ് നമ്മുടെ ഇതിൻ്റെ ഹാപ്പി കപ്പിൾസിൻ്റെ ഷെഡ്യൂൾ തുടങ്ങുന്നത്. ടെലികാസ്റ്റ് ഡേറ്റ് എല്ലാം കൺഫേം ആയിട്ട് ഷെഡ്യൂൾ തുടങ്ങുന്നത് ആ സമയത്താണ്. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ ഏകദേശം ഈ പ്രാവശ്യം പോകാൻ വേണ്ടിയിട്ട് സെറ്റായിരുന്നു. നല്ല കുറച്ച് ക്യാരക്ടേഴ്സ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മെയിൻലി പിന്നെ സിനിമ അങ്ങനെ വരാതിരുന്നത്. ഇനിയിപ്പോൾ വരും, ഹാപ്പി കപ്പിൾസൊക്കെ വന്നിട്ട് പതുക്കെ ഒന്ന് റീച്ചായി ഒന്ന് ക്ലിക്കായതിനു ശേഷം വീണ്ടും സിനിമയിലേക്ക് വരും. അപ്പോൾ ജീവ, ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിലാണ് നമ്മളത്. ലൊക്കേഷൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടിയും നമ്മുടെ പുറകിൽ തന്നെയുണ്ട് ഒരു ബസ്. അപ്പോൾ ഇപ്പോൾ ഈ തുടങ്ങിയതിന് ശേഷം, ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു റെസ്പോൺസ് എങ്ങനെയുണ്ട് ഹാപ്പി കപ്പിൾസിൻ്റെ? നല്ല റെസ്പോൺസാണ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ക്രിറ്റിസിസംസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള കുറച്ച് എപ്പിസോഡ്സ് നമ്മൾ ഈ വരുന്ന November 10 തൊട്ട് കുറച്ച് വ്യത്യസ്തമായുള്ള രീതിയിലുള്ള എപ്പിസോഡ്സ് ആയിരിക്കും ഹാപ്പി കപ്പിൾസിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത്രയും നാൾ തന്ന സപ്പോർട്ട് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടുള്ള എപ്പിസോഡ്സിനും തുടർന്നുകൊണ്ട് വേണം. ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പം, ഇപ്പോൾ പൊതുവിൽ ഈ ഒരു കോൺസെപ്റ്റ് കൂടുതലും ആളുകളെ, ഇപ്പോൾ ഒരു കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉപ്പുമുളക്, ചക്കപ്പഴം, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് നിൽക്കുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ ആ പ്രേക്ഷകർക്ക് കൂടുതൽ ഇനിയും വേണം എന്നുള്ളതായിരിക്കും, അതിൽ നിന്നൊരു മാറ്റം എന്നുള്ളതായിരിക്കും. അങ്ങനെ എന്താണ് ഹാപ്പി കപ്പിൾസ് എന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിറ്റ്കോംസിൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ബേസ് ചെയ്തുള്ള സബ്ജക്ട്സ് ആണ് കണ്ടുവരുന്നത്. ഇതിനകത്തും മെയിൻലി ഫാമിലി ബേസ് ചെയ്തുള്ള സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വെറൈറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനകത്ത് ഓരോ തലത്തിലുള്ള കഥകൾ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഒരു ആളെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല കഥ പോകുന്നത്. ഇതിനകത്ത് തന്നെ ഉള്ള ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരെയും ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഫാമിലിയൊക്കെ അകത്തുള്ള കഥകൾ പോകുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ സാധാരണ സിറ്റ്കോംസിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഒരു ഹാപ്പി കപ്പിൾസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പ്രേക്ഷകരാണ് സത്യം പറഞ്ഞാൽ പറയേണ്ടത് എന്താണ് എൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം സലീം കുമാറേട്ടൻ ഇതിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വരവൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും ഹാപ്പി കപ്പിൾസിന് മുന്നോട്ടുള്ള? വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഞങ്ങൾക്ക്. കാരണം ആ ഒരു എപ്പിസോഡ്, അതാണ് ഞാൻ പറഞ്ഞത്, 10 തൊട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന എപ്പിസോഡിന്, അത് 10-ാം തീയതി ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ് സലീമേട്ടൻ്റെ എപ്പിസോഡിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര നമ്മളൊരു എന്താ പറയുക, ഒരു ഭയങ്കര ബൂസ്റ്റായിരിക്കും ഞങ്ങൾക്ക്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എപ്പിസോഡ്സിനെല്ലാം ഒരു ഭയങ്കര ബൂസ്റ്റായിരിക്കും സലീമേട്ടൻ വന്നത്. ഒരു ഭയങ്കര എന്താ പറയണ്ട, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സലീമേട്ടൻ്റെ ഇതിനകത്ത് വരുന്നത്. മൂന്നിനുണ്ണി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് സലീമേട്ടൻ വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് സലീമേട്ടൻ്റെ കൂടെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സലീമേട്ടൻ നന്നായിട്ട് കോമഡി ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരാളോട് ഒരു സീരിയസ് വേഷങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. സലീമേൻ്റെ അടുത്ത് ഒരു കോമൻസ് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചത് വലിയ കാര്യമായിരിക്കും. അങ്ങനെ ജീവിക്ക് മറക്കാൻ പറ്റാത്തൊരു കോമൻസ് സെറ്റിൽ നിന്ന് സലീമേട്ടൻ്റെ അടുത്ത് കിട്ടി? അങ്ങനെ കമൻസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും സലീമേട്ടൻ പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, നമുക്ക് അങ്ങനെ കമൻസ് കിട്ടുന്നതിൻ്റെ അല്ല. സലീമേട്ടൻ്റെ കൂടെ ഇപ്പോൾ ചെയ്യുന്ന സമയത്തും എനിക്കങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ കണ്ട സമയത്താണെങ്കിലും പരിചയപ്പെട്ട സമയത്താണെങ്കിലും അല്ലെങ്കിൽ സീൻസ് എടുക്കുന്ന സമയത്ത് ചേട്ടൻ ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്സ്, പുള്ളി ഇടുന്നതിൻ്റെ കുറേ എഫേർട്സും അല്ലെങ്കിൽ അതിനകത്തു നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പുള്ളി അതിനകത്ത് ചെയ്യുമ്പോൾ ഓരോ ഡയലോഗ്സിലും വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുള്ളിയായിട്ട് വരുത്തുന്ന മാറ്റങ്ങൾ, അതിനൊരു മോഡുലേഷൻസ്, അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ പുള്ളിയുടെ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ഇപ്പം പറയുന്നത് പോലെ തന്നെ എല്ലാ ആക്ടേഴ്സും നമ്മുടെ
മലയാളത്തിലുള്ള എല്ലാം ഇങ്ങനത്തുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിലൊരാളാണ് സലീമേട്ടൻ. ഒരു ഭയങ്കര തഗ്ഗാണ് എന്നാ പറയാ. കിട്ടിയിട്ടുണ്ടോ കയ്യിൽ തഗ്? അല്ല, അങ്ങനെ തഗ്ഗൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇനി വേറെ ഏതെങ്കിലും ക്യാമിയോ റോളുകൾ ഹാപ്പി കപ്പിൾസ് കാത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാനുണ്ടാവോ? ഉറപ്പായിട്ടും ഇനിയും അങ്ങോട്ടുള്ള എപ്പിസോഡ്സിൽ ഇതുപോലുള്ള ഒരുപാട് അപ്പിയറൻസുകൾ വരും. സലീമേട്ടനെ പോലുള്ള ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും ഒക്കെ വരും. കൊളാബായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അവരെല്ലാവരുടെയും എന്താ പറയേണ്ട ഒരു എക്സ്പീരിയൻസും എല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു കുറേ സാധനങ്ങൾ പതിയെ വരുന്നുണ്ട്. ഹാപ്പി കപ്പിൾസിൽ പതിയെ വരും, എല്ലാം സെറ്റാവും. എല്ലാവരും സംബന്ധിച്ച് നമ്മൾ ചെറുപ്പം തൊട്ട് ജീവനെ കണ്ടിട്ടുള്ള ജീവയുടെ കുറേ ഇപ്പോൾ സിനിമകളിലാണെങ്കിലും ജീവയുടെ കോമഡികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആ ചെറുപ്പത്തിൽ ചെയ്ത സാധനങ്ങൾ വെച്ചിട്ട് കോമഡി ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചില സമയങ്ങളിൽ ജീവ ഇപ്പോൾ ചെയ്തു വരുന്ന ചില ക്യാരക്ടറുകൾ എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് റോളുകളാണ് സീരിയലിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആ പഴയ ജീവയെ വേണം, ഒരു കുസൃതിയുള്ള ജീവയെ വേണം എന്നുള്ളത്. അത് സാധിക്കുമോ ഹാപ്പി കപ്പിൾസിലൂടെ? അത് കുസൃതി എന്ന് പറയുന്ന ഒരു സാധനം അതൊരു ഏജിൻ്റെതായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പം മൈ ബോസ് ആണെങ്കിലും അതിനു മുന്നേ ചെയ്തിരിക്കുന്ന ഫിലിമുകളാണെങ്കിലും അതൊരു ഏജിൻ്റെ അങ്ങനത്തുള്ളൊരു ക്യാരക്ടറായിരുന്നു അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു ഏജ് കാറ്റഗറി മാറിയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹാപ്പി കപ്പിൾസിലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റ്കോം ആയതുകൊണ്ടും നമുക്ക് അഭിനയിക്കുകയല്ല, നമ്മൾ ബിഹേവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ സീൻസിൽ വരുമ്പം ചില സീൻസിലൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ സിറ്റുവേഷൻ അനുസരിച്ച് കുറേ ചെറിയ ഈ കുസൃതികളോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അല്ലാതെ മൊത്തത്തിൽ അങ്ങനെ കുസൃതി നിറഞ്ഞൊരു ക്യാരക്ടറൊന്നുമല്ല. സീരിയലിൽ ഇപ്പോൾ പൊതുവെ വരുന്നൊരു മാറ്റത്തെക്കുറിച്ച് ജീവിക്കേണ്ട ഫീൽ ചെയ്തിട്ടുള്ളത്? കാരണം ആളുകൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ സീരിയൽ കാണുന്നുണ്ട്, പക്ഷെ കാണുന്നതിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിറ്റ്കോമിലേക്ക് കൂടുതൽ ആളുകൾ തിരിയുന്നുണ്ട്, അതിലൊരു പ്രേക്ഷകരുണ്ട് ശരിക്കും. അതിനിപ്പം റീൽസുകളിലാണെങ്കിലും അല്ലെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അതിനൊരു പ്രേക്ഷകർ കാണുന്നുണ്ട്. സീരിയലിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ആദ്യ ആളുകൾ പറയുമ്പോൾ കണ്ണീരും കഥകളും മാത്രമാണ് സീരിയലിൽ ഉള്ളത് എന്ന് പറഞ്ഞൊരു മാറ്റി വെക്കുന്ന ഒരു സമീപനം മാറി എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുക എന്നുള്ള നിലയിലേക്ക് സീരിയലിന്റെ ഒരു ഗതി മാറിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ സിറ്റ്കോമിന്റെ വരവിനെ? സിറ്റ്കോംസിന്റെ വരവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേയും കൂടെ ഒരു ലൈഫ് വന്നിട്ടുണ്ട് സീരിയൽ സിറ്റ്കോംസിന് മെയിൻലി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് അഭിനയിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് സാധനം. സിറ്റ്കോമിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് ഈ റിയൽ ലൈഫോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേ ആൾക്കാർക്ക്. ഈ ഇപ്പോൾ കാണുന്ന ഓഡിയൻസിനാണെങ്കിലും ചെറിയ ചില സീൻസുകളും ചെറിയ നമ്മുടെ ഈ പറയുന്ന ഒരു ആക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർക്ക് ഈ സിറ്റ്കോംസിനോടൊരു പ്രത്യേക ഒരു താല്പര്യമുള്ളത്. പിന്നെ കൂടുതൽ ഈ പറയുന്ന സിനിമ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കുറേ ശ്രദ്ധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ മെയിൻലി സിറ്റ്കോംസ് കുറേ കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീരിയലിന് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്, സിറ്റ്കോംസ് വേറെ ഒരു രീതിയിലുള്ളതൊരു സംഭവമാണ്. സീരിയലുമായിട്ട് നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. സീരിയൽ വേറൊരു രീതി, സിറ്റ്കോംസ് നമുക്കിവിടെ പ്രോംപ്റ്റിങ് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. സീൻസ് എല്ലാവരും ഇത് കണക്കിനെ ബൈഹാർട്ട് ചെയ്തിട്ട് അവർ ഇപ്പോൾ നമുക്ക് സീരിയലുകളിലാണെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റീടേക്ക് പോകും. ഇവിടെ പിന്നെ റീടേക്ക് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തെറ്റിക്കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ പോകണം. കാരണം ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, നമ്മൾ സാധാരണ മനുഷ്യന്മാരെങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് സിറ്റ്കോംസിൻ്റെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവ സിനിമ വിട്ടോ എന്നുള്ള ചോദ്യം ഭയങ്കരമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സീരിയലിലേക്ക് ഫോക്കസ് ആയോ, സിനിമ വിട്ടോ എന്നുള്ളത്? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. സിനിമ തന്നെയാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കുറേ വർഷങ്ങളായി എനിക്ക് സിനിമയിൽ നിന്ന് അങ്ങനെ ഓഫേഴ്സ് അങ്ങനെ വന്നിട്ടില്ല. ലാസ്റ്റ് ഞാൻ ചെയ്തത് ജോർജ് സ്പൂരം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു മെയിനായിട്ട് ഞാൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഓഫേഴ്സായിട്ട് നല്ല കുറച്ച് ക്യാരക്ടേഴ്സ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി പിന്നെ സിനിമ അങ്ങനെ വരാതിരുന്നത്. ഇനിയിപ്പോൾ വരും. ഹാപ്പി കപ്പിൾസൊക്കെ വന്നിട്ട് പതുക്കെ ഒന്ന് റീച്ചായി ഒന്ന് ക്ലിക്കായതിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് വരും. ഈ ഏതെങ്കിലും കളഞ്ഞു പോയ ഏതെങ്കിലും ക്യാരക്ടർ, ഇപ്പോൾ ചെയ്യാൻ പറ്റാതെ പോയ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് എപ്പോഴെങ്കിലും ജീവിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? കളഞ്ഞു പോയ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് എനിക്കിപ്പോൾ ഡേറ്റിൻ്റെ ഇഷ്യൂസ് കാരണം പോയിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ
ഇതിന് മുന്നേ ഉള്ള സിറ്റ്കോംസിൽ നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, മെയിൻ ലീഡിനുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ സീരിയലൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഡേറ്റ് ക്ലാഷ് കാരണം കുറച്ച് വർക്കുകൾ അങ്ങനെ പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ വേണ്ടാന്ന് വെച്ച് അങ്ങനെ പോയിട്ടുള്ളതൊന്നും സിനിമയിൽ അങ്ങനെ ഏതെങ്കിലും സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഇത് തന്നെ സീരിയലിൻ്റെ ഡേറ്റിൻ്റെ ക്ലാഷ് കാരണം 1-2 സിനിമകൾ എനിക്ക് അങ്ങനെ പോയിട്ടുണ്ട്. ഏതെങ്കിലും സിനിമ ഇപ്പം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്ന ഏതെങ്കിലും സിനിമ ഉണ്ട് അങ്ങനെ? ഓർക്കുമ്പോൾ വിഷമം തോന്നുന്ന സിനിമകൾ ഉണ്ട്. 1-2 സിനിമകൾ ഇതുപോലൊക്കെ വിളിച്ചപ്പോൾ കാരണം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന്. സീരിയലിൽ അന്ന് ഈ പറയുന്ന പോലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ക്ലാഷിൻ്റെ പ്രശ്നങ്ങൾ കാരണം പോകാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിഷമമുണ്ട്, പോകാൻ പറ്റാത്തതിൽ ഒബ്വിയസ്ലി വിഷമം കാണും. കാരണം ഫിലിമല്ലേ, സിനിമയാണ്, ഞാൻ പറഞ്ഞില്ലേ സിനിമയാണ് അൾട്ടിമേറ്റ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് പോകുമ്പോൾ എന്തായാലും ഒരു വിഷമം വരും. അതുപോലെ ഇപ്പോൾ ആളുകളെല്ലാവരും ചോദിക്കുക, ഒരു കൊമൻസ് ആയിട്ട് പറയുന്നത്, ഇപ്പോൾ ഈ ഹാപ്പി കപ്പിൾസിൻ്റെ ആണെങ്കിലും പറയുന്നത് ജീവയുടെ ജോഡിയായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അനുമോളയാണ്, നിങ്ങളുടെ കോമ്പോ ഭയങ്കരമായിരുന്നു എന്ന് പറയും. ഇപ്പോൾ ജീവ പുറത്തിറങ്ങുമ്പോഴും ആളുകൾ അത് പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു ജോഡി ഭയങ്കര രസമുള്ളതായിരുന്നു എന്നുള്ളത്. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത അബി വെഡ്സ് മഹി എന്ന് പറഞ്ഞ സിറ്റ്കോമിനകത്തുള്ള പെയറായിരുന്നത് കൊണ്ടും അതങ്ങനെ അവർ കണ്ട് ശീലിച്ച് വന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സിറ്റ്കോം ചെയ്ത സമയത്തും ആദ്യമൊക്കെ ഇത് കണക്ക് കമൻസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ആയപ്പോൾ അതിനകത്തുള്ള പേരുമായിട്ട് സിങ്കായി വന്നു, അത് ഓക്കെ, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് അനുവിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ലേഡീസ് റൂമിനകത്ത് ഞാൻ പേരായിട്ട് വന്ന എൻ്റെ പേരായിട്ട് വന്ന കുട്ടിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിപ്പം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഞങ്ങൾ രണ്ടുപേരുടെയും പേർ ക്ലിക്കായിട്ട് നല്ല രീതിയിൽ അങ്ങ് പോകും. അതിലാദ്യം പറയുന്നുണ്ടായിരുന്നു, ആദ്യം ജീവ കാണുമ്പോൾ സംസാരിക്കില്ലായിരുന്നു, ഇങ്ങനെ അകന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അനുമോൾ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, ഒരു കാരണവശാലും മിണ്ടില്ലായിരുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ പിന്നീടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്? അല്ല, ഞാനങ്ങനെ ഇടിച്ചേറി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറല്ല എൻ്റെത്. ഞാനിങ്ങനെ പെട്ടെന്ന് അങ്ങനെ കമ്പനി ആവുന്ന ആളല്ല. കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ കമ്പനി ആയിരിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. അതുകൊണ്ടായിരിക്കാം ഈ ബിഗ് ബോസിലേക്ക് ജീവ പോകാൻ സാധ്യത. എന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വിളിച്ചോ ഏകദേശം എല്ലാം സെറ്റായിരുന്ന സമയത്താണ് നമ്മുടെ ഇതിൻ്റെ ഹാപ്പി കപ്പിൾസിൻ്റെ ഷെഡ്യൂൾ തുടങ്ങുന്നത്. ടെലികാസ്റ്റ് ഡേറ്റ് എല്ലാം കൺഫേം ആയിട്ട് ഷെഡ്യൂൾ തുടങ്ങുന്നത് ആ സമയത്തായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ ഏകദേശം ഈ പ്രാവശ്യം പോകാൻ വേണ്ടിയിട്ട് സെറ്റായിരുന്നു. അതെ അല്ലേ? ഏതെങ്കിലും ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടോ അതിൽ ഇപ്പം നിലവിൽ? അതെ, ബിഗ് ബോസിൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, ഹാപ്പി കപ്പിൾസിൻ്റെ. അവിടെ ചെന്നതിൽ വെച്ചിട്ട് എനിക്ക് എന്താ പറയുക, ഇൻ പേഴ്സൺ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒബ്വിയസ്ലി അനുമോള് പിന്നെ അനീഷ് അവരുടെയൊക്കെ ഇഷ്ടമാണ്. അവരുടെ ഇപ്പോൾ ഒരു ലവ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അനീഷ് അനുമോൾ ലവ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഇങ്ങനെ മൈൻഡ് ഗെയിം ആണ്, ഗെയിം പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ റീൽസ് ഒക്കെ കാണുമ്പോൾ ജീവിക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഗെയിം ഷോ ആണ്. അപ്പോൾ ചിലപ്പോൾ അവരെങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് ഒരു ഗെയിമിൻ്റെ പാട്ടായിട്ട്, ചിലപ്പോൾ ഒരു മൈൻഡ് ഗെയിം ആയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണം എന്നുള്ള ബേസിസിലായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ അത് എടുത്തിട്ടുണ്ടാവുക. അതിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് എങ്ങനെ എടുക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ഓരോ രീതികളാണ്. ആ ഗെയിം ഷോ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത്. ഇപ്പം ഭയങ്കരമായിട്ട് PR എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരിറങ്ങിക്കഴിഞ്ഞാലും പറയും അത് അനുമോളെ PR കൊണ്ടാണ് ഞങ്ങൾ പുറത്തായത്, 16 ലക്ഷത്തിൻ്റെ PR കൊടുത്തതൊക്കെ. അപ്പം നമ്മൾ അടുത്തറിയാവുന്ന ഒരാളല്ലേ, അങ്ങനെ ഒരു 16 ലക്ഷത്തിൻ്റെ PR കൊണ്ട് മാത്രമായിരിക്കും അനുമോൾ അങ്ങനെ ബിഗ് ബോസിൽ നിൽക്കുന്നുണ്ടാവുക? അല്ല, എനിക്ക് തോന്നുന്നില്ല. ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം PR-ൻ്റെ ബലത്തോടെ മാത്രം നിൽക്കും എന്നുള്ള കാര്യം അതറിയാൻ വയ്യ. പിന്നെ PR-ഒക്കെ കാണുമായിരിക്കും. അങ്ങനത്തുള്ള എല്ലാവർക്കും PR കാണുമായിരിക്കും, ഇല്ല ഒന്നിരിക്കില്ല. പിന്നെ അതിൻ്റെ ബലത്തോടെ മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ ആരെങ്കിലും അതിൽ പോയ വേറെ ആരെങ്കിലും ഫ്രണ്ട് ആയിരുന്നു? ഇപ്പം അനുമോൾ അല്ലാതെ ഇപ്പോൾ സീരിയലിലുള്ള ആളുകളല്ലേ, ഇപ്പോൾ ഷാനവാസൊക്കെ അങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പോയ ടൈമിൽ ജിഷൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ജിഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഷാനവാസൊക്കെ ഉണ്ടായിരുന്നു, വേറെ ആരുണ്ടായിരുന്നു അതിനകത്ത്? അവരൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പോയ ടൈമിൽ. അല്ല, ഏതെങ്കിലും ഒരു എവിക്ഷൻ താങ്കൾ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നോ? എന്നെ ഞെട്ടിച്ച എവിക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല ബിഗ് ബോസ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ആര്യൻ എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ ഈ റീൽസ് ഒക്കെ കാണുമല്ലോ, അപ്പം അതിനകത്ത് ഈ റീൽസ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആര്യൻ എന്ന് പറയുന്ന ഒരാൾ കുറച്ചും കൂടെ
നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത്. പുള്ളിയുടെ ഒരു വിഷയം ഞെട്ടിയതല്ല, എനിക്കത് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല എഫക്റ്റായത്. ഇതിപ്പോൾ ചിലത് പറയും അനുമോളിങ്ങനെ പെട്ടെന്ന് കരഞ്ഞ് സ്ക്രീൻ സ്പേസ് നേടാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു ഒറ്റപ്പെടുത്തൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് അനുമോളുടെ ഒരു സ്ട്രാറ്റജിയാണെന്നുള്ള തരത്തിലൊക്കെ പറയും. ശരിക്കും അനുമോൾ അങ്ങനെ കരഞ്ഞ് അങ്ങനെ പെട്ടെന്ന് കരയുന്നതിന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണ്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു റിയൽ ലൈഫിലൊരു ഇങ്ങനെ പെട്ടെന്നൊരു കരയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വരുമ്പോഴത്തേക്ക് അനുമോൾ അങ്ങനെ കരയുക, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നോ? കരയും, പക്ഷേ അങ്ങനെ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾക്ക് കരയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് ചിലപ്പോൾ ഹേർട്ട് ചെയ്യുമ്പോഴൊക്കെ കരയുന്ന ഒരാളാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ കരയാറൊന്നുമില്ല. ഇപ്പൊ ബിഗ് ബോസ് പോയിരുന്നല്ലോ, ബിഗ് ബോസിലേക്ക് ഒരു ചെറിയ അതിഥിയായിട്ട് പോയി. തിരിച്ചിറങ്ങിയതിന് ശേഷം ഒരു വല്ലാത്തൊരു സൈബർ ബുള്ളിങ് ജീവിക്ക് നേരെ വന്നുകൊണ്ടിരുന്നു. ശരിക്കും ജീവിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ മനഃപൂർവ്വമായ ഒരു ഡീഗ്രേഡ് ജീവിക്ക് നേരെ നടക്കുന്നതായിട്ട് ജീവിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? അതൊക്കെ ഓരോ ആൾക്കാർ വെറുതെ ഇപ്പോൾ ഈ പറയുന്ന കണക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വെറുതെ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഞാനതിനെ മൈൻഡ് ചെയ്യാനൊന്നും പോയിട്ടില്ല. അന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാനങ്ങനെ അതിനെ അങ്ങനെ ചെവി ഓർക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരാളൊന്നുമില്ല. ഞാൻ അവർ പറയുന്നു അതിൻ്റെ രീതിയിൽ അതങ്ങ് പോയി, അത്രേ ഉള്ളൂ. പല കഥകളും ജീവിയെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കുമ്പോൾ ജീവിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഒന്ന് പ്രതികരിക്കണം, അല്ലെങ്കിൽ അനാവശ്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയണം? ആവശ്യമില്ലാതെ പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും വെറുതെ ഇങ്ങനെ ഓരോ ആൾക്കാരെ ഇപ്പം ഒരുപാട് ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം അത്രേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇപ്പം എൻ്റെ റിയൽ ലൈഫ് എന്താണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം ഞാൻ അത് വെറുതെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഓരോ ആൾക്കാർ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. അതിൽ നിന്നിറങ്ങിയ ഉനിയിലടക്കമുള്ള ആളുകൾ പറയുന്നത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും അവരായിരിക്കില്ല ചെയ്യുന്നത്, പക്ഷെ ഇവരുടെ ഒരു ഫാൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്ത് വല്ലാതെ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജീവിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മള് പേരും മുഖവും ഇല്ലാത്ത ആളുകൾ നമ്മളിങ്ങനെ മാരകമായി ദ്രോഹിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ, അങ്ങനത്തെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പോയിട്ടില്ല. അതുകൊണ്ട് ഞാനങ്ങനെ വലിയ രീതിയിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളുകൊണ്ട് എനിക്കങ്ങനെ തോന്നാറുമില്ല. അപ്പോൾ ഈ ഹാപ്പി കപ്പിൾസിലേക്ക് വരുമ്പം നിങ്ങളുടെ ഒരു ഇപ്പോൾ ഈ ക്രൂ ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം വന്ന് ചോദിക്കുമ്പോഴാണെങ്കിലും ക്രൂ ഭയങ്കര രസമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്രൂവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ നിലവിലെ ഹാപ്പി കപ്പിൾസിലേക്ക് നോക്കുമ്പോൾ? നിലവിലിപ്പോൾ രാജേഷേട്ടനാണ് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രാജേഷേട്ടൻ്റെ ടീമാണ് ഇപ്പോൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം നോക്കുന്നത്. രാജേഷേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അളിയൻസ്, അതുപോലെ തന്നെ അബിയോട്സ് മഹി, അതിനെയൊക്കെ ഡയറക്ടറാണ് രാജേഷ് തലച്ചിറ. പിന്നെ കാസ്റ്റിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഒരു പുതിയ രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഈ വരുന്ന നവംബർ 10 തൊട്ട് വരുന്നതിനകത്ത് ഒരു പുതിയ രീതിയിലുള്ള കുറച്ച് കഥകളും അതിൻ്റെ കുറച്ച് രീതികളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ലാസ്റ്റ് ആയിട്ടാണ് ചോദിക്കാനാണ്, അതിപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പറയുന്നുണ്ട് അനുമോള് മിണ്ടിയില്ല, അനുമോളോട് ജീവിയും മിണ്ടിയില്ല എന്നുള്ള തരത്തിലൊക്കെ, കൈ കൊടുക്കാൻ പോലും മുഖം കാണിച്ചില്ല, നിങ്ങൾ തമ്മിൽ ശത്രുതയിലാണോ എന്ന ചോദ്യങ്ങളുണ്ട്. ശരിക്കും നിങ്ങൾ തമ്മിൽ ശത്രുതയിലാണോ? ശത്രുത ഒന്നുമില്ല, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ആരവിടെ കപ്പെടുക്കുന്നാണ് നിലവിൽ ഇങ്ങനെ പ്രേക്ഷകർ കാണുന്ന ആൾക്കാർ എടുക്കട്ടെ, അത്രേ ഉള്ളൂ. അതെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. പറയുന്ന പോലെ ഈ പറയുന്ന ഓഡിയൻസിന്റെ ഒക്കെ ഓരോ സപ്പോർട്ട് അനുസരിച്ചും, പിന്നെ അതാ പറഞ്ഞ അർഹിക്കുന്ന ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കുക, അത്രേ ഉള്ളൂ. അനീഷ് എന്ന കോമണറുടെ ഒരു പ്ലേ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാൻ അതാണ് പറഞ്ഞത്, ഞാനങ്ങനെ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഡിസേർവിങ് ആയതുകൊണ്ടാണ് പുള്ളി ഇത്ര ഫൈനൽ വരെ നിൽക്കുന്നത്. പുള്ളിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കാണുമായിരിക്കും, അതുകൊണ്ടാണ് പുള്ളി നിൽക്കുന്നത്. ഇപ്പം ജിഷിൻ അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് പുറത്തായി പോയി, ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം ജിഷിൻ ഫ്രണ്ട് കൂടിയാണല്ലോ, അപ്പം അങ്ങനെ നോക്കുമ്പം ജിഷിൻ കുറച്ചുകൂടി ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്തിരുന്നോ? കുറച്ചുകൂടി നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്തിരുന്നോ? ജിഷിൻ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്കത് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അതിനകത്തുള്ള കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഈ പറയുന്ന പോലെ ഈ നമ്മൾ ഇൻസ്റ്റയിൽ വരുന്ന റീൽസ് കാണുന്നതല്ലാതെ ഞാനിത് കറക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കമൻറ്റ് പറയാനും അറിയത്തില്ല, പറ്റത്തില്ല, അതാണ് പ്രശ്നം. നമ്മൾ ആദ്യം കാണുന്നത് ഇപ്പോഴും ഞാൻ പറയുമ്പോഴും ആദ്യം ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചത് അത് തന്നെയായിരുന്നു. ഈ ജീം ബൂമ്പ എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാവരും
ഇപ്പോഴും പറയുന്ന ഒരു കാര്യം. ശരിക്കും ആ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് എന്ന സീരിയൽ ശരിക്കും അങ്ങനെ ഒരു എൻട്രി ജീവയുടെ ലൈഫിൽ സംഭവിക്കുന്നത് എങ്ങനെയായിരുന്നു? ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ഒരു എൻട്രി. ഞാൻ അതിന് മുന്നേ സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ശ്രീ മഹാഭാവം എന്ന് പറഞ്ഞൊരു സീരിയലായിരുന്നു. സീരിയലിലേക്ക് വന്നത് ഈ കലോത്സവം യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ബേസിസിലാണ് ഞാൻ ആദ്യമായിട്ട് സീരിയലിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് 1-2 സീരിയലുകൾ ചെയ്തിട്ട് സെയിം കമ്പനി തന്നെയാണ് അലാവുദ്ദീൻ അത്ഭുത വിളക്ക് എന്നൊരു സീരിയലിലേക്ക് ആ ജിംബൂമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യുന്നത്. അതാണ് സത്യം പറഞ്ഞ ഒരു ബ്രേക്ക് കിട്ടിയൊരു ക്യാരക്ടർ. സീരിയൽ വൈസിലൊരു ബ്രേക്ക് കിട്ടിയൊരു ക്യാരക്ടർ ജിംബൂമ്മ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫിലിം രീതിയിൽ കിട്ടിയതാണ് മൈ ബോസ്. ഈ മധുരരാജയിലെ റോള്, മധുരരാജല്ല പോക്കിരി പോക്കിരി രാജയിലെ റോള്. അപ്പൊ പോക്കിരി രാജയിലെ റോള് നമ്മൾ നോക്കുമ്പോൾ മമ്മൂക്കയുണ്ട്, പൃഥ്വിരാജുണ്ട്. പൃഥ്വിരാജിന്റെ ചെറുപ്പകാലമാണ് ചെയ്യുന്നത്. അപ്പൊ ലൊക്കേഷനിൽ ഇവരായിട്ടൊരു ഇവരെ കാണാനോ അങ്ങനെ സംസാരിക്കാനോ ഒക്കെ ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നോ? മമ്മൂക്കെ കണ്ടിട്ടുണ്ട്. കോമ്പിനേഷൻ സീൻസ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ മമ്മൂക്കെ അന്ന് എനിക്ക് വേറൊരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ സീൻ വേറൊരു ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന സ്ഥലത്ത് മമ്മൂക്കയുടെ സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ച് മമ്മൂക്കയെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടുള്ളേ ഉള്ളൂ, അല്ലാതെ വലിയ പരിചയപ്പെടലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അല്ല, പൊതുവിൽ എല്ലാവരും പറയും മമ്മൂക്ക എല്ലാവരെയും നോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഏത് ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പം മറിമായ അടക്കമുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മറിമായ അടക്കമുള്ള കാര്യങ്ങൾ കാണാറുണ്ട്, ഓരോന്നിനെ കുറിച്ച് നോട്ട് ചെയ്ത് പറയാറുണ്ട് എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കോമൻസ് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് ആരെങ്കിലും പറഞ്ഞൊരു കോമൻസ്, ഇപ്പം മമ്മൂക്ക ആയിരിക്കണം എന്നില്ല, ആരെങ്കിലും നോട്ട് ചെയ്തൊരു പറഞ്ഞൊരു കോമൻസ് ജീവയ്ക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു കോമൻസ് ഉണ്ടോ? പെട്ടെന്ന് ചോദിക്കുമ്പം ഈ അബി ബട്സ്മഹിയുടെ കാര്യങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് കുറേ ആക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തല്ല പറഞ്ഞിട്ടുള്ളത്, വേറെ കുറേ ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ അവർ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അത് കാണുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. ആ ഒരു ഈ പറയുന്ന പോലെ പേരും ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് വൈസിലും നല്ലൊരു സാധനമായിരുന്നു അത്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു. മല്ലികാമ്മ അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ? മല്ലികാമ്മ സൂസു എന്ന് പറയുന്നത് അത് വേറെ, അത് ഫ്ലവേഴ്സിനകത്തായിരുന്നു. അപ്പൊ ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ ഇപ്പൊ വരുന്നില്ല? ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ഉണ്ട് ആൾക്കാർ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആൾക്കാർ കാണുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. കുറേ ആൾക്കാർ ഇപ്പം ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം 10:30 എന്ന് പറയുന്നൊരു ടൈം സ്ലോട്ടിൽ ഇത്ര ആൾക്കാർ കാണുന്നുള്ളൊരു കാര്യം, അതും ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇത്ര ആൾക്കാർ കാണുന്നുള്ള കാര്യം ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറേ ആൾക്കാർ, ഞാനിപ്പോൾ എവിടെ പോയാലും ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്, ഇപ്പം സംസാരിക്കുന്നതെല്ലാം ഹാപ്പി കപ്പിൾസിൻ്റെ കാര്യം തന്നെയാണ്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ലീഡായിട്ട് ചെയ്യുന്ന മെയിൻ സ്ട്രീം ചാനലിൽ ചെയ്യുന്നത് ലീഡായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് വർക്കാണത്. അപ്പോൾ അത് ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നതും അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. ഓക്കെ ജീവ, കൂടുതൽ ഇപ്പൊ ജീവ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ട് കൂടുതൽ ക്യാരക്ടറുകൾ, ഇപ്പൊ സിനിമയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, അങ്ങനെ സിനിമയിലേക്ക് തന്നെ ഒരു അവസരം കിട്ടട്ടെ. വീണ്ടും ഞങ്ങൾ ആ പഴയ ജീവിയെ കാണട്ടെ സിനിമയിൽ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.